ഹായ്, ഷെഫ് സീക്രട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഷെഫ് സീക്രട്ടിൽ ഒരു ചിക്കനിൽ തയ്യാറാക്കിയ സ്പെഷ്യൽ വിഭവമാണ് തയ്യാറാക്കാൻ പോകുന്നത്. എണ്ണ ചിക്കൻ. ഇവിടെ നമ്മൾ 12 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മുളക് പൊടി 2 സ്പൂൺ, കാശ്മീരി മുളക് പൊടി 3 സ്പൂൺ, കുരുമുളക് പൊടി 3.5 സ്പൂൺ, ഗരം മസാല കൂട്ട് 3 സ്പൂൺ, ഇഞ്ചി പേസ്റ്റ് 100 ഗ്രാം, വെളുത്തുള്ളി ചതച്ചത് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1.5 സ്പൂൺ, കടുക് ആവശ്യത്തിന്, മല്ലിപ്പൊടി 3 സ്പൂൺ, മല്ലിയില ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്, നാരങ്ങ 2 എണ്ണം, വറ്റൽമുളക് ആവശ്യത്തിന്, സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന്, പച്ചമുളക് അരിഞ്ഞത് ആവശ്യത്തിന്. നമുക്കിനി ഇത് തയ്യാറാക്കുന്ന വിധം നോക്കാം. ആദ്യം ഒരു ഉരുളിയിൽ 2 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 3.5 സ്പൂൺ കുരുമുളക് പൊടി, 100 ഗ്രാം ഇഞ്ചി പേസ്റ്റ്, ആവശ്യത്തിന് വെളുത്തുള്ളി ചതച്ചത്, 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ ഉപ്പ്, 3 സ്പൂൺ ഗരം മസാല, 2 നാരങ്ങയുടെ നീര്, 3 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇതോടെ നമ്മുടെ കൂട്ട് റെഡി. ഇനി ഈ മസാലക്കൂട്ടിലേക്ക് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ ചിക്കൻ അതിലേക്ക് ഇടുക. എന്നിട്ട് ചിക്കനിൽ മസാല നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് മസാല ചിക്കനിൽ പുരളാൻ വേണ്ടി അരമണിക്കൂർ മാറ്റിവെക്കുക. അതിനുശേഷം ഒരു ഉരുളി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാക്കുക. സൺഫ്ലവർ ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇടുക. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിന് പച്ചമുളക്, 8 വറ്റൽമുളക് എന്നിവ ഇട്ട് ഇളക്കിയതിനു ശേഷം അതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന 12 കിലോ ചിക്കൻ ഇട്ട് നന്നായി ഇളക്കുക. അതിനുശേഷം അതിലേക്ക് 2 തക്കാളി അരിഞ്ഞത്, ആവശ്യത്തിന് മല്ലിയില, ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിന് വെളിച്ചെണ്ണ, ആവശ്യത്തിന് നാരങ്ങയുടെ നീര് കൂടെ ഒഴിച്ച് നന്നായി ഇളക്കുക. എന്നിട്ട് ചെറുതീയിൽ ഒരു മൂടി കൊണ്ട് അടച്ചു വെക്കുക. ഇതോടെ നമ്മുടെ സ്പെഷ്യൽ എണ്ണ ചിക്കൻ റെഡി. ഇത് വളരെ രുചികരമായ ഒരു വിഭവമാണ്. ഈ വിഭവത്തിന്റെ പ്രത്യേകത നമ്മൾ ഇതിൽ വെള്ളം ചേർത്തിട്ടില്ല. ഈ വിഭവം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന വിഭവമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. ഒപ്പം ഇതുപോലത്തെ രുചികരവും വ്യത്യസ്തവുമായ വിഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കില്ലല്ലോ.